العالمين صدق الله المولانا العظيم വല്ലേവീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. അൽഹംദുലില്ലാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തലത്തിൽ നിന്നും ഒരിക്കൽ കൂടി നബിദിനാശംസകൾ നേരുകയാണ്. ഒരുപാട് സന്തോഷം നിറഞ്ഞ മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ലോകത്തിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞാൻ കേരളത്തിന്റെ അകത്തും പുറത്തും ഒരുപാട് വേദികളിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ലഭിക്കാത്ത വലിയ ആത്മ സന്തോഷമാണ് നമ്മുടെ സ്വന്തം മഹല്ലിൽ നിങ്ങളുടെ മുമ്പിലൊക്കെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ആദ്യമായിട്ട് ഇവിടെ തുടങ്ങിയത് നമ്മുടെ പതാക ഉയർത്തിക്കൊണ്ടാണ് ഈ നാട്ടിലേക്ക്, ഈ മഹലിലേക്ക് ഞാൻ ആദ്യമായിട്ട് കടന്നു വരുന്നത്. ആ ബന്ധം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്തി തരട്ടെ. നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറാണ്, അള്ളാഹു തന്ന രണ്ട് നിഅമത്തുകളും, ഒന്ന് നമ്മളെയൊക്കെ അള്ളാഹു മുഅ്മിനീങ്ങളാക്കി, മുസ്ലിമീങ്ങളാക്കി. രണ്ടാമത്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിൻഗാമികളാക്കി അള്ളാഹു നമ്മളെയൊക്കെ നിയോഗിച്ചു. അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്താണ് നമുക്ക്. നമ്മളെ ഇഷ്ടപ്പെട്ടതിന്റെ തെളിവാണ്, അള്ളാഹു നമ്മളെ പരിഗണിച്ചതിന്റെ തെളിവാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നമ്മളെ പെടുത്തിയത്. പറഞ്ഞു വന്നത് വലിയൊരു ദൗത്യമാണ് നമ്മളെയൊക്കെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനം മറ്റുള്ളവർക്കൊരു മാതൃകയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെയൊക്കെ നിയോഗിച്ചത്. നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മുൻഗാമികളുണ്ട്, ഇമാമിയങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, മഹദികളുണ്ട്, നഫീസത്ത് ബീവിയെ പോലത്തെ, ഫാത്തിമ ബീവിയെ പോലത്തെ. എന്തേ നമ്മളെ പോലത്തെ തന്നെയാണ് അവരും ഇവിടെ ജീവിച്ചത്? എന്തേ അവർ നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തമായത്? അവർ വല്ലാത്ത മഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുത്തു. റസൂലുള്ളാഹിനോട് വല്ലാത്ത മഹബ്ബത്ത് ഇങ്ങനെ കൂടി എഴുന്നേൽക്കുമ്പോഴും കണ്ണു തുറന്നാലും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും സ്വപ്നത്തിലും ഒക്കെ റസൂലുള്ളാഹ് എന്നുള്ള ചിന്ത മാത്രമാണ്. നമ്മൾ വെറും നാമത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവരാണ്. അതിന്റെ ഒരൊറ്റ തെളിവ് ഞാൻ പറഞ്ഞു തരാം. നമ്മളൊക്കെ വലിയ തസ്ബീഹ് മാലൊക്കെ ചൊല്ലി നടക്കുന്നവരാകാം. വീടിന്റെ അകത്തും അടുക്കളയിലൊക്കെ തസ്ബീഹ് മാലകളും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലുന്നവരാകാം. ആരെങ്കിലും ഇതുവരെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ച ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ആ ചോദ്യം ഒരുപക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൊള്ളും. അപ്പൊ നമുക്കൊരു മറുപടിയുണ്ട്, റസൂലുള്ളാഹിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് റസൂലുള്ളാഹിയാണെന്ന് തിരിച്ചറിയാൻ? പോട്ടെ, ആ പച്ചക്കുട്ട ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ എപ്പോഴും കാണുന്നതാണ് മദീനത്തെ പച്ചക്കുട്ട. ആരെങ്കിലും ഇതുവരെ സ്വപ്നത്തിൽ കാണാൻ നമ്മുടെ ഹൃദയം സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തേ? അത്രത്തോളം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ചളി അടിഞ്ഞുകൂടി, അഴുക്ക് അടിഞ്ഞുകൂടി. ആ ചളികളൊക്കെ വൃത്തിയാക്കാനാണ് ഇതുപോലെയുള്ള ഉസ്താദുമാരുടെ നേതൃത്വത്തിലൊക്കെ ഇതുപോലെയുള്ള മജ്ലിസുകളൊക്കെ ഒരുമിച്ച് കൂടുന്നത്. ചെറിയ മക്കളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുകളൊക്കെ പാടി, ദഫുകളൊക്കെ ഇങ്ങനെ കൊട്ടി, ലോകം മുഴുവൻ ഇന്നത്തെ ദിവസം ആ മഹാന്റെ മദ്ഹുകൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ നമ്മുടെ ഒരു ഭാഗമാകുമ്പോൾ നമ്മളൊക്കെ അറിയാതെ മഹാന്മാരുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോകും. അത് തന്നെയാണ് നമ്മുടെയൊക്കെ പിൻബലം.
ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ നമ്മൾക്ക് വരണം. മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ വരണം. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ നിന്ന് ഇറക്കി വെക്കുമ്പോ ആ മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹുവിന് ആ ശരീരം ഒന്ന് തൊടണം. ഹൃദയം എങ്ങനെ പിടയ്ക്കുകയാണ്. മദീന വിട്ട് റസൂലുള്ളാഹി പോവുകയാണ്. ഇനി നമ്മൾക്ക് ആ റസൂലുള്ളാഹിനെ കാണാൻ പറ്റില്ല. റബ്ബേ, കയ്യിൽ കിടക്കുന്ന മോതിരമെല്ലാം ഇങ്ങനെ ഊരിയിട്ട് ഖബറിലേക്ക് ഇടുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറയുന്നു, എന്റെ മോതിരം യാ അബുൽ ഹസൻ ഖാതമി. അലി ഇബ്നു അബീ ത്വാലിബ്, എന്റെ മോതിരം റസൂലുള്ളാഹിന്റെ ഖബറിൽ വീണിട്ടുണ്ട്, എനിക്കതൊന്ന് എടുക്കാൻ സമ്മതം തരണം. സമ്മതം വാങ്ങി മെല്ലെ 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 ഇങ്ങനെ ഇറങ്ങി അവസാനം ശറഫാക്കപ്പെട്ട ആ ശരീരത്തിലൊന്ന് തൊട്ട സ്വഹാബിയാണ് മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹു. എന്റെ ഉമ്മമാരോട് കാര്യം എനിക്ക് വസിയത്തായിട്ട് പറയാനുള്ളൂ. നോക്കൂ, നിങ്ങൾ എത്രയെ നമ്മുടെ കൺമണികളായ മക്കളാ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ വീട്ടിൽ ഒരു ആലിമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഈ വേദിയിൽ ഞാൻ ആദ്യമായിട്ട് വന്ന ഈ വേദിയിൽ എനിക്ക് നിങ്ങളോട് വസിയത്തായിട്ട് നിങ്ങളെ ഉപദേശിക്കാൻ ഒറ്റ വാക്കേ ഉള്ളൂ. എത്രയോ കൺമണികളായ മക്കളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഒരു ആലിമെങ്കിലും നിങ്ങൾ സൃഷ്ടിച്ചാൽ നമ്മൾ നാളെ ഖബറിൽ കിടക്കുമ്പോൾ സുഖമായി കിടന്നുറങ്ങാൻ പറ്റും. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇടത് ഭാഗത്ത് എത്രയോ നമ്മുടെ രക്ഷിതാക്കൾ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മളും പോകേണ്ട ഒരു ദിവസം അവിടെ വരും. ആ ഖബറിൽ കിടക്കേണ്ട ദിവസം വരും. ആ ഖബറിങ്ങനെ നമ്മൾ ഖബറിൽ ഇറക്കി വെച്ച് ഉസ്താദുമാരൊക്കെ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച് ആ ഖബറിൽ ഇങ്ങനെ ഇറക്കി വെച്ച് 3 കല്ലുകളൊക്കെ ഇങ്ങനെ മൂടി മൂടി നമ്മൾക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തൊരു ദിവസം നമ്മുടെ മുമ്പിൽ വരുമ്പോ നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ ഒരു എഞ്ചിനീയറും വരില്ല, ഒരു ഡോക്ടറും വരില്ല, ഒരു IPS വരില്ല, ഒരു MBBS വരില്ല, ഒരു MBA വരില്ല, ഒരു PGയും വരില്ല, ഒരാളും വരില്ല. അതേ സ്ഥാനത്ത് ഇതുപോലെയുള്ള മുതഅല്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യും, റബ്ബേ എന്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഒരു കൂട്ടുകെട്ടിലും പെടുത്തി നമ്മുടെ മക്കളെ വഴിതെറ്റിക്കാതെ ഈ നാടിനെയൊക്കെ വളർത്തുന്ന വലിയ ആലിമീങ്ങളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റട്ടെ. നമുക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാര്, കമ്മിറ്റിക്കാര് എല്ലാവരും, ഞാൻ ചെറുപ്പം മുതലേ ഓടിക്കളിക്കുന്ന പ്രായം മുതൽ എന്നെ കണ്ടു വളർന്നവരാണ്. അവരെ കണ്ടിട്ടാണ് ഞാനൊക്കെ വളർന്നു വലുതായത്. അത്രത്തോളം ആത്മബന്ധങ്ങളുള്ളാണ് ഈ നാടിനൊക്കെ ആയിട്ട്. അല്ലാഹു അവരുടെ ഒക്കെ തണലിലായി ഈ സ്ഥാപനത്തിനെയും ഈ മസ്ജിദിനെയൊക്കെ അല്ലാഹു വളർത്തി വലുതാക്കി തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.